ഹിന്ദു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തില് കുറച്ച് മലയാളം സംസാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാസത്തില് റേഡിയോ ഷോയിൽ വരാൻ പറ്റാതെ പോയതിന്റെ സങ്കടം തീർക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം എന്താ വെച്ചാല് ഈ മാസങ്ങളിലെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കുറെ ദിവസങ്ങളാണ് കടന്നുപോയത്. പക്ഷെ ആ ഒരു ദിവസത്തെ പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ആ വർത്തമാനങ്ങൾ അറിയാനോ കഴിയാതെ പോയി. നമ്മുടെ RJ മനോജ് ഗുരുവായൂരാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ റേഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രക്ഷേപണം ചെയ്തത്. അതുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിലെ ഒരു രത്ന ചുരുക്കം നിങ്ങളുമായിട്ട് പങ്കിടാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? എന്ത് വേഗമാണ് 2026 പറന്നു പോകുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ക്രിസ്മസ് ഒരു ഓർമ്മയായിട്ട് മാറി. ഇപ്പൊ നമ്മൾ ഈസ്റ്ററിന്റെ അല്ലെങ്കിൽ ഈദിന്റെ ആ ഒരു അതിന്റെ ഒരുക്കങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വാലന്റൈൻസ് ഡേ കാറ്റിലേ പറന്നുപോയി. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അതിന്റെ ഇടയിൽ. ഇതാ ഹോളി അവിടെ നിന്ന് തന്നെ എത്തിയിരിക്കുന്നു. ലൂണാർ ന്യൂ ഇയറും വന്നു. അങ്ങനെ ഒത്തിരിയേറെ ഫെസ്റ്റിവൽസ് വളരെ പെട്ടെന്ന് പറന്നുപോയ ഒരു കാലമാണ് ജനുവരിയും ഫെബ്രുവരിയും. നമ്മൾ ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് പോയ കുറെ മലയാളികൾ എന്താണ് ചെയ്തത്? ക്രിസ്മസിന് ശേഷം ഏറ്റവും അധികം വരിക നമ്മുടെ ന്യൂ ഇയേഴ്സ് ഈവും ന്യൂ ഇയേഴ്സ് ഡേയും ആണ്. അതിനുശേഷം എല്ലാ ഞായറാഴ്ചകളിൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിറയെ പെരുന്നാളുകളാണ് അല്ലെ? എന്തുമാത്രം പെരുന്നാളുകളാണ്, പള്ളി പെരുന്നാളുകളാണ് ജനുവരി മാസത്തിലുള്ളത്. ഞാന് വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയത്, ഒരു 7 ആഴ്ചക്ക് വേണ്ടിയിട്ട് പോയത് ക്രിസ്മസും ന്യൂ ഇയറും പിന്നെ ഈ പെരുന്നാളും കൂടാനായിട്ടായിരുന്നു. അത് പക്ഷേ പെരുന്നാളിന്റെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ICUലാണ് ചെയ്തത്. അതുകൊണ്ട് പെരുന്നാൾ കാണാൻ പറ്റിയില്ലെങ്കിലും ന്യൂ ഇയറിന്റെ വെടിക്കെട്ട് ഞാൻ വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നാട്ടിൽ നിങ്ങൾ പോയവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ വർഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ന്യൂ ഇയറിന്റെ മാറി മറഞ്ഞ ആഘോഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? പക്ഷെ എന്തായാലും ഇവിടെ ഞാൻ ഇന്ന് നമ്മളുമായിട്ട് സംസാരിക്കാനായിട്ട് 4 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിലും എന്റെ ജീവിതത്തിൽ അത് കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഓർത്തു എന്തായാലും അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചാലോ എന്ന്. അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉത്സവങ്ങള് അല്ലെങ്കിൽ പെരുന്നാളുകള് ആഘോഷങ്ങള് എല്ലാം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നമുക്ക് നൽകുന്ന ഒരു പഠന ഉപാധിയാണ് അല്ലെ? നമ്മൾ എപ്പോഴും പറയും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അനുഭവങ്ങളെ അധ്യാപകരാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നന്മ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാനാവുക എന്നുള്ളത്. ജീവിതം മുഴുവനും നമ്മൾ തുടർച്ചയായ ഒരു തുടർക്കഥ പോലെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. അത് പുസ്തകത്തിൽ നിന്നുള്ള പഠനത്തിനേക്കാൾ ഏറെ ഇപ്പൊ ഏറ്റവും അധികം പഠനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ്, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലാണ്, അല്ലെങ്കിൽ ആപ്പിളിലെ പോഡ്കാസ്റ്റുകളിലാണ്. ഇപ്പൊ നമുക്കറിയാം പോഡ്കാസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മനുഷ്യന്റെ ബുദ്ധിയെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. പുസ്തകങ്ങൾ വരെ ഓഡിയോ ബുക്സ് ആയിട്ട് വരുന്ന കാരണം തന്നെ നമ്മുടെ ആ പുസ്തകത്തിന്റെ നല്ല മണമുള്ള പുതിയ പുസ്തകങ്ങളുടെ വരികളിലൂടെ പോകാനായിട്ട് നമുക്ക് ചെറിയ ഒരു വിഷമം തോന്നുന്നുണ്ടാകും. പക്ഷെ അതേസമയം തന്നെ പുസ്തകത്തെ സ്നേഹിക്കുന്ന കുറെ നല്ല മലയാളികളെയും നമുക്കറിയാം. പ്രത്യേകിച്ച് 2 പേരെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒന്ന് സാനിച്ചൻ പുസ്തകത്തെ സ്നേഹിക്കുകയും ഏറ്റവും വലിയ മലയാളം നിഘണ്ടു തന്റെ വീട്ടില് ഉള്ളതും അത് തുറന്ന് ഞാൻ നോക്കുന്നതൊക്കെ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. എപ്പോഴും പുതിയ പുസ്തകങ്ങൾ വായിക്കുകയും വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് സാനിച്ചൻ. അടുത്തിടെ ഞാൻ കണ്ടത് സോജനും നമുക്കറിയാം നമ്മുടെ റേഡിയോയിൽ നമുക്ക് ബുക്ക് റിവ്യൂ നൽകാനായിട്ട് വരാറുള്ള ആളാണ്. പുതിയ ഒരു പുസ്തകം, ബിസ്മി ഈ പുസ്തകം വായിച്ചോ, ഇതിനെപ്പറ്റി അറിയോ, ഇത് വായിക്കണം കേട്ടോ എന്ന് പറയുന്ന ആ അത്രയും നല്ല വായനക്കാരെ കണ്ടെത്തുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് നമുക്ക് പുസ്തക റിവ്യൂ വീണ്ടും മലയാള ജാലകത്തിലൂടെ കൊണ്ടുവന്നുകൂടാ എന്ന്. അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ പുസ്തക പ്രകാശനം നമ്മളുടെ വിഭജിക എന്ന ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്നു. എന്റെ പുസ്തകത്തിന്റെ പേര് ഇൻസ്പയർഡ് എന്നാണ്. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 25 വർഷത്തെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളുടെ ഒരു ചെറിയൊരു ഒരു ആകത്തുക എന്ന് വേണം പറയാനായിട്ട്. ഞാൻ 12 ചാപ്റ്ററുകളായിട്ട് ആ ഒരു പുസ്തകത്തില് ഞാൻ
നമ്മുടെ വായനക്കാരുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. സ്റ്റേറ്റ് ലൈബ്രറിയിൽ ഉണ്ടായിരിക്കും. ആമസോണിലും ബുക്ക് ടോപ്പിയയിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും വായിക്കുക. അതിൽ നിന്ന് കുറച്ചൊക്കെ നിങ്ങളുടെ കഥകളുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഒരു മൈഗ്രന്റ് ആയിട്ടുള്ള മലയാളിയുടെ കഥയാണ്. അപ്പൊ നിങ്ങളും ഒരു മൈഗ്രന്റ് ആയിട്ടുള്ള മലയാളിയല്ലേ? അപ്പൊ ആ കഥകള് ഒരുപക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു കാര്യം. എന്റെ രണ്ടാമത്തെ ബുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ഒരു പ്രത്യേകിച്ച് തന്റെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജീവിത മേഖലയിലോട്ട് മാറിയത്, എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ ഹൈഡ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ എങ്ങനെ അൺഹൈഡ് ആക്കി, ഞാൻ അതിൽ കൂടെ പോയ ആ ഒരു പ്രക്രിയ എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു പുസ്തകമാണ് എന്റെ പണിപ്പുരയിലുള്ള ഒരു പുസ്തകം. അതിന്റെ പേര് അൺഹൈഡ് എന്നാണ്. ഞാൻ ചെറിയൊരു മാനിഫെസ്റ്റേഷൻസ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻസിന്റെ ഒരു ഇ ബുക്ക് നമ്മൾ പ്രകാശനം ചെയ്തിരുന്നു. അതും ആമസോണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഈ പുസ്തകങ്ങളെ പറ്റി ഞാൻ പറയുന്നത്? എന്റെ പുസ്തകങ്ങളുടെ കാര്യം നിങ്ങളോട് പറയാനായിട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചെറിയൊരു വർത്തമാനം കൂടെയുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ നമ്മൾ ആഘോഷിച്ചു. അല്ലെങ്കിൽ ആ ദിവസം വിഷമിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേരെ നേരിട്ട് എനിക്കറിയാനായിട്ടും സാധിച്ചിരുന്നു. കുറച്ച് പേര് അന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവരും ഉണ്ട് അല്ലെ? കുറെ പേര് അന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക, ഒന്നില്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റെഡ് ഫ്ലവർ കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ള വളരെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ. ഞാനിപ്പോ ഓർക്കുന്നു, ഈ വാലന്റൈൻസ് ഡേ ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ അതിനെപ്പറ്റി വായിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പം ഇത് വളരെ വ്യത്യസ്തമായ കഥകള് നമുക്ക് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കഥ സെയിന്റ് വാലന്റൈനെ പറ്റിയിട്ടാണ്. സെയിന്റ് വാലന്റൈൻ എന്നുള്ള ഒരു പ്രീസ്റ്റ് ആ കാലഘട്ടത്തിൽ ക്ലോഡിയസ് ചക്രവർത്തി വാഴ്ന്നിരുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ യുദ്ധവീരന്മാരെ കണ്ടെടുക്കുന്ന ഒരു സമയത്ത് അവരൊരു വിളംബരം പുറപ്പെടുവിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാല് നമ്മുടെ യുവജനങ്ങൾ ആരും തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല, അവരെല്ലാവരും തന്നെ യുദ്ധത്തിന്റെ പോരാളികളായി മാറണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ വിവാഹിതരാണെങ്കിൽ അതിൽ നിന്നൊരു ഇളവ് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ പലരും അറിഞ്ഞും അറിയാതെയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നോക്കുന്ന ഒരു സമയമായിരുന്നു ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടം. ആ സമയത്ത് ഫാദർ വാലന്റൈൻ അറിയാതെ, അതായത് ചക്രവർത്തി അറിയാതെ കുറെ നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന കുറെ ഹൃദയങ്ങളെ വിവാഹം എന്ന കുദാശയിലൂടെ അല്ലെങ്കിൽ വിവാഹത്തിലൂടെ ഒന്നിപ്പിച്ചു. അത് ചക്രവർത്തി അറിയുകയും അദ്ദേഹത്തെ തടങ്കിൽ അടയ്ക്കുകയും അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഉത്തരവിടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രം യുവർ വാലന്റൈൻ എന്നുള്ളൊരു കത്ത് ഒരു റെഡ് ഫ്ലവറിന്റെ കൂടെ വെച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ട് മുൻപ് എന്നാണ് കഥ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ഫ്രം വാലന്റൈൻ എന്നുള്ളത്, ഒരു വാലന്റൈൻസ് ഡേ സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാനും അല്ലെങ്കിൽ സ്നേഹം അറിയിക്കാനുമായിട്ട് ആ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു തുടങ്ങിയത്. ഇന്നിപ്പോഴത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഒരു വ്യവസായമായി മാറിയിട്ടുണ്ടെങ്കിലും സ്നേഹിക്കുന്നവരെ, അത് ആണായാലും പെണ്ണായാലും സ്നേഹം അറിയിക്കുന്ന ഒരു ദിവസമായി തന്നെ ഇന്നും തുടരുന്നു. അതിനുശേഷം നമ്മൾ വന്ന രണ്ട് മാർഗങ്ങളാണ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഒരു പുതിയ മനോഭാവത്തോടെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്രിസ്തു മതക്കാരും ഇസ്ലാം മതക്കാരും തങ്ങളുടെ നോമ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. നമുക്കറിയാം, അതിനോടൊപ്പം തന്നെ ചൈനീസ് ന്യൂ ഇയർ, ലൂണാർ ന്യൂ ഇയർ ആഘോഷിക്കുന്നു. എല്ലാവരും പറയുന്നു ഫയറി ഹോഴ്സിന്റെ വർഷമാണ്, വളരെ വേഗത്തിൽ നമ്മൾ പച്ചപിടിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് രംഗങ്ങളിൽ എത്രയധികം മാസ്മരികമായ വിജയമുണ്ടാകുന്ന ഒരു വർഷമാണ് എന്ന് പറഞ്ഞ് അവരും അവരുടെ ജീവിതത്തെ ആ ഒരു പുതിയൊരു ഗതിയിലോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം നമ്മുടെ ഹിന്ദു മതവിഭാഗത്തിലുള്ളവരും വളരെ നല്ല ആഘോഷങ്ങളും പുതിയ മാർഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ഈ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ടുള്ള കുറെ നല്ല ആചാരങ്ങളും അവരുടെ പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്.
എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ലോകത്തിലുള്ള ഏത് മതവിഭാഗത്തിലോട്ട് ഉള്ള ആളുകളെ എടുത്താലും എല്ലാവരും തന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു ലോകത്തോട്ട് പോകുന്നത്, അതല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബോധപൂർവമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാം, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കഴിഞ്ഞു. കുറെ പേര് റെസൊല്യൂഷൻസ് ഒരാഴ്ചയിൽ തീർന്നു. കുറെ പേര് റെസൊല്യൂഷൻസ് എടുക്കാതെ പോയവരുണ്ട് ഈ വർഷം എന്നാണ് കുറെ ആൾക്കാരായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ച് പേര് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറെ പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈ ഒരു നോയമ്പ് കാലത്തോടുകൂടെ ആരംഭിച്ചവരുണ്ട്, ഇല്ലേ? ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം എന്ന് വെച്ചാൽ ഒരു നോയമ്പ് കാലം തീർച്ചയായിട്ടും ഒരു റെസൊല്യൂഷന്റെ കാലഘട്ടമാണ്. മുസ്ലിം മതവിഭാഗക്കാര് വളരെ രാവിലെ തന്നെ എഴുന്നേറ്റ് അവര് 5 മണിക്ക് മുമ്പ് അവരുടെ സൂര്യോദയത്തിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ചത് ആ ഒരു ദിവസം മുഴുവൻ ഉമിനീര് പോലും ഇറക്കാതെ ശരീരത്തെയും മനസ്സിനെയും പ്രാർത്ഥനയിലേക്ക് കേന്ദ്രീകരിച്ച് ആ ഒരു ശക്തമായ തന്റെ ജീവിതത്തിന്റെ ആ ഒരു ഉദ്ദേശം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥനകളിലൂടെ മന്ത്രങ്ങളിലൂടെയൊക്കെ ഈ ഒരു ദിവസങ്ങളിലൂടെ അവർ ചെയ്യുന്നത്. രാവിലെ 6 മണിക്ക് നടക്കാൻ പോകുമ്പോൾ ഈ വീടുകളിലൊക്കെ നമുക്ക് നല്ല മണം വരുന്നുണ്ടായിരുന്നു. കാരണം മുസ്ലിം സഹോദരരെല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം പാകം ചെയ്യാൻ എപ്പോഴും മിടുക്കരാണല്ലോ. അപ്പൊ അവരുടെ രാവിലെയുള്ള ആ ഒരു ഭക്ഷണത്തിന്റെ മണം, അതുപോലെ തന്നെ ആ ഒരു ഈവനിങ് സമയത്തുള്ള നമ്മുടെ മുസ്ലിം സഹോദരർ, എന്റെ രണ്ട് ഭാഗത്തും മുസ്ലിം സഹോദരരാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തെ വീടുകളിൽ വരുന്ന മണമൊക്കെ നമുക്ക് വളരെയധികം വായിൽ വെള്ളം വരുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ എനിക്ക് ഇതില് അവരുടെ ആചാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ആം, ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ ജീവിതത്തിൽ നോയമ്പെടുക്കുന്ന ആ ഒരു ചട്ടങ്ങളെക്കാളേറെ തൻ്റെ ജീവിതത്തിന്റെ ആ ഒരു ആകത്തുകയെ പൂർണ്ണമായിട്ട് പ്രാർത്ഥനാ മനോഭാവത്തിലോട്ട് മാറ്റുകയും ഭക്ഷണത്തിൽ മാത്രമല്ലാതെ അവരുടെ ചിന്തകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്ന രീതിയിലുമൊക്കെ തങ്ങളുടെ ഒരു ഉം, ഏഹ്, ആ ഒരു മനോഹരമായ ഒരു ഭാവം, അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന്, നിയന്ത്രിക്കുന്നതിന് ഞാൻ ബോധപൂർവം എടുക്കുന്ന ഈ ഒരു ചിട്ട, ഞാനത് അഭ്യസിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ വരാതെ അവരുടെ ഹൃദയത്തിലും നന്മ വരാനായിട്ടുള്ള ഒരു ഭാവത്തോടുകൂടെ, ആ ഒരു ബോധത്തോടുകൂടെ അവരെടുക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയായ ഞാൻ നോയമ്പെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനികള് കരിക്കുറി വരച്ചുകൊണ്ട് വിഭൂതി ബുധനാഴ്ച അവരുടെ 50 നോയമ്പ് ആഘോഷിക്കും. അതെ, ആഘോഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇറച്ചിയും മീനും മുട്ടയും ഒക്കെ മാറ്റി വളരെ വിഭവ സമൃദ്ധമായ വെജിറ്റേറിയൻ ഡിഷസിലോട്ട് ഞാൻ മാറുന്നു എന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ എടുക്കുന്നത്. അതെല്ലാം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി വേറൊരു മീഡിയയിലോട്ട് മാറുന്നു. അതല്ല, നമ്മളിപ്പം ചിലവര് ഫുഡിലല്ല എടുക്കുന്നത്, ചിലവര് ചിലപ്പോൾ അവരുടെ അഡിക്ഷൻസ് എന്തൊക്കെയാണുള്ളത് അതിനെ നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതല്ല, എന്താണ് ഈ ഒരു നോയമ്പിന്റെ ആവശ്യകത? എന്തിനാണ് ഞാൻ എൻ്റെ ഇറച്ചി അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഡിക്ഷൻ മാറ്റി വെക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനൊരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഐസ്ക്രീം അല്ലെങ്കിൽ ഷുഗർ, ചോക്ലേറ്റ്സ്, കോഫി. ഈ ഒരു കോഫി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഒരു ചിന്തയുണ്ടായിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. എനിവേ, കോഫി എന്നുള്ളത് എനിക്കൊരു അത്യാവശ്യമല്ല ഇപ്പൊ എന്നുള്ളത് കൊണ്ട് ഞാൻ കോഫിയെ മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആലോചിക്കുകയായിരുന്നു, കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തി ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ കുറെ കൂടി ഭേദപ്പെടുത്തും എന്ന് ചിന്തിക്കുന്നേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നിയ ഒരു ചിന്ത, നമ്മൾ ഇതുവരെ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തു തുടങ്ങിക്കൂടാ? അതായത് ഇന്നത്തെ ഈ ഒരു നോമ്പ് കാലഘട്ടത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, അതെന്റെ ജീവിതത്തിനും എനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അല്ലെങ്കിൽ ഒട്ടുമിക്കതും നന്മ വരുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ഈ ഒരു നോയമ്പ് കാലം നമുക്ക് കൊണ്ടുപോയി കൂടാ? അതെ, നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, കമ്മിറ്റിങ് ആൻഡ് ഒമിറ്റിങ്, രണ്ട് രീതിയിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു തിന്മ ചെയ്തുകൊണ്ടും
അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു നന്മ ചെയ്യാതിരുന്നുകൊണ്ടും നമ്മൾ പാപം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ക്രിസ്തു മതവിശ്വാസത്തിലും മുസ്ലിം മതവിശ്വാസത്തിലും നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യാതിരുന്നിരുന്ന ഒരു നന്മ ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോയമ്പ് തുടങ്ങിക്കൂടാ? അതാണ് എന്റെ ചോദ്യം. എവിടെ നിന്നാണ് ഈ ഒരു ചിന്ത വന്നതെന്നല്ലേ? ഞാനും നിങ്ങളെ പോലെ തന്നെ പോഡ്കാസ്റ്റുകളും ബുക്കുകളും എല്ലാം വായിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മ ഉള്ളതാക്കാം, എങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമുള്ളതാക്കാം, എങ്ങനെ എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താം എന്ന് ആലോചിക്കുമ്പോഴും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ജീവിത കഥകള് എൻ്റെ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന അൺമ്യൂട്ടഡ് എന്ന പോഡ്കാസ്റ്റിലൂടെ കേൾക്കുമ്പോഴും ലോകം മുഴുവനുമുള്ള പല ഭാഗങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്നും USA-യിൽ നിന്നും ദുബായിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെയുള്ള പലരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു സത്യം ഇത് തന്നെയാണ്. എല്ലാവരും തന്നെ അവരുടെ ജീവിതത്തെ നല്ലതാക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങൾ ഏത് മതവിഭാഗത്തിലെ പെട്ടവരാണെങ്കിലും ഈ ഒരു മാസം, ഫെബ്രുവരി മാർച്ച് മാസങ്ങള്, നമ്മൾ ഏപ്രിൽ 5-ാം തീയതിയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈദും ആഘോഷിക്കുന്നതും. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ഫെബ്രുവരി മാസം വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, 28 ദിവസമേ ഉള്ളൂ, ഇന്ന് 21 പക്ഷെ എന്തുകൊണ്ട് ഈ വരുന്ന ഒരു 40 ദിവസം, അതല്ല നിങ്ങൾക്ക് 40 കൂടുതലാണെന്നുണ്ടെങ്കിൽ സയൻസ് പറയുന്നുണ്ട് 21 ദിവസം നിങ്ങൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഒരു ചിട്ടയായി മാറുമെന്ന്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടുത്ത 21 ദിവസം, ഈ 21-ാം തീയതി ഒരു തീരുമാനം എടുത്തുകൂടാ? ഞാൻ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നോയമ്പ് തുടങ്ങുന്നു എന്ന്. ചില ഉദാഹരണങ്ങള്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു പക്ഷെ പലർക്കും, ഒരു പക്ഷെ ഒട്ടുമിക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു സില്ലി ഐഡിയ ആയിട്ട് തോന്നായിരിക്കും, എങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വളരെ വലിയ ഐഡിയ ആണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്ത, ഒരു പക്ഷേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടിച്ച ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിരാവിലെ എഴുന്നേൽക്കുക, 1 മണിക്കൂർ പുറത്തല്ല, നമുക്ക് നടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൂര്യനോടൊപ്പം നടക്കുക. ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഉള്ളറകളിൽ നിൽക്കാതെ അവിടെ നിന്ന് പുറത്തു പോകുക എന്നുള്ള ഒരു ബോധപൂർവമായ ഒരു പ്രവർത്തനമാണ് രാവിലെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഏർലി ബേർഡ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നും തന്നെ ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രാവിലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ നടക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. ഒപ്പം മറ്റൊരു കാര്യം ഞാൻ ബോധപൂർവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ അകന്നുപോയ കുറെ നല്ല കാര്യങ്ങളെ അടുത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അതൊരു പക്ഷേ സ്വഭാവങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ചിട്ടകളായിരിക്കാം, അതല്ല നമ്മുടെ ബന്ധങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും അടുപ്പിക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു നോമ്പുകാലം ചെലവിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നോമ്പുകാലം ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളിപ്പോഴും നോമ്പിലല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ 21 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ചിട്ടകളെ, ഇതുവരെ ശ്രമിക്കാത്ത നല്ല ചിട്ടകളെ ആരംഭിക്കാനായിട്ട് സാധിക്കുക? ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എന്നും പുസ്തകങ്ങള് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കട്ടെ. പുസ്തകങ്ങൾ നിങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട, നിങ്ങളുടെ കൂടെ വരുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പോഡ്കാസ്റ്റ് ആയിട്ടും ഓഡിയോ ബുക്സ് ആയിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാനായിട്ട് ഉത്സുകരാവുക. നല്ല പുസ്തകങ്ങളുടെ റിവ്യൂസ് ആയിട്ട് മലയാള ജാലകം വരുന്നതായിരിക്കും. അതുവരെ നല്ലൊരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ, നിങ്ങളുടെ സ്വന്തം RJ ബിസ്മി പാലാട്ടി.